ആരാധന മുമ്പോട്ട് പോകുവാനുള്ള ഒരു സൈനായിട്ട് അത് മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നമ്മൾ സ്തോത്രം ചില ചോദ്യങ്ങളുടെ അകത്ത് ഉത്തരമില്ലാതെ ഞരങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം തുറന്നു വരുമ്പോൾ തന്നെ സ്തോത്രത്തിന്റെ മറുപടികൾ വചനത്തിലൂടെ പരിശുദ്ധിയാത്മ നമ്മുടെ മേലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൈമാറുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിന്റെ 7ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ ഞാൻ താണു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല. ദൈവത്തിന്റെ ജീവൻ എന്റെ മേൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അവൻ കഷ്ടകാലം വന്ന് കഷ്ടതയാണെന്ന് പറഞ്ഞിട്ട് പലരും നമ്മളെ വിട്ട് ഓടിപ്പോയിരിക്കാം, പലരും നമ്മളെ ഉപേക്ഷിച്ചിരിക്കാം. പക്ഷെ ദൈവം ഉപേക്ഷിക്കത്തില്ല. അതിന്റെ മധ്യ ദൈവത്തിന്റെ ഒരു മറുപടി വെളിപ്പെട്ടു വരും. ആമേൻ. അതിന്റെ മധ്യ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. ആ ഇടപെടലുകൾ എന്ന് പറയുന്നത് നമ്മൾ ആരാണെന്ന്, നമ്മുടെ ദൈവം ആരാണെന്ന് തെളിയിക്കുന്നതായിട്ട് മാറും. ഹല്ലേലൂയ. 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 സ്തോത്രം. അവൻ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയുടെ അകത്ത് ഇട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും വിചാരിച്ചു ഇതോടുകൂടി ദാനിയേൽ തീർന്നെന്ന്. ഹല്ലേലൂയ. പക്ഷെ ചില മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പിറ്റേത്തെ പ്രഭാതത്തിൽ ദാനിയേലിന്റെ ദൈവം ആരാണെന്ന് ദേശം മുഴുവൻ അറിഞ്ഞു. ഹല്ലേലൂയ. ഒരു കഷ്ടത വന്നു, ഒരു പ്രതിസന്ധി വന്നു എന്നത് ശരി തന്നെയാ. പക്ഷെ അതിന്റെ മധ്യേ അവൻ ദൈവം ആരാണെന്ന്, നാം സേവിക്കുന്ന ദൈവമാണെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാണ്. എത്ര പേരെന്ന് പലകാലം വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതുപോലെ ചില ഉറപ്പുകൾ, അതുപോലെ ചില മറുപടികൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മ നമ്മുടെ മേൽ പകരാൻ പോവുക. അതുപോലെ ചില ധൈര്യങ്ങൾ നമ്മുടെ മേൽ പകരാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിന്റെ വായുടെ കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടതിന് നിനക്ക് ഉപദേശം തരും എന്ന് അരുളി ചെയ്തു. മതി. മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ വായോടെ കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ചില ദൈവിക വെളിപ്പാടുകൾ ഞാൻ പറയാം. മോശ ഭയപ്പെട്ടിട്ടാണ് ഒരു മേഖലയിൽ നിൽക്കുന്നത്. മിസ്രൈമിലേക്ക് പോകാൻ ഒട്ടും മനസ്സില്ല. പക്ഷെ ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് മോശ മിസ്രൈമിൽ പോയേ തീരത്തുള്ളൂ. മിസ്രൈമിലേക്ക് പോകുന്നത് ഒഴിച്ച് മോശയോട് എന്ത് പറഞ്ഞാലും മോശ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷെ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മോശയോട് ദൈവം പറയുകയാണ്, നീ അവിടേക്ക് പോകണം. മോശ ഒത്തിരി ഒഴിവുകഴികൾ ദൈവത്തോട് പറഞ്ഞു. അപ്പോ ദൈവം പറയുന്ന ഒരു കാര്യമാണ്, അവസാനം മോശ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് സാമർത്ഥ്യം ഇല്ലാത്തവനാണ്. ആ സമയത്താണ് ദൈവം പറയുന്നത്, അവൻ ഞാൻ നിന്റെ വായുടെ കൂടെ ഇരിക്കാം, നീ സംസാരിക്കണം, ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ എബ്രായ പദത്തിൽ അതിന്റെ ആ വാക്യത്തിന് കൊടുത്തിരിക്കുന്ന പേര് വാക്ക് ഇങ്ങനെയാണ്, തുറന്നു വരിക എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. തുറന്നു വരിക. ആമേൻ. സ്തോത്രം. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? മോശ നീ വാ തുറക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ, ഒരു ജനതയെ ഞാൻ വെടിവെച്ചെടുക്കാൻ പോവുക. മോശയ്ക്ക് ബലഹീനതകളുണ്ട്, പക്ഷേ മോശയെ വിളിച്ച ദൈവത്തിന് ബലഹീനതകളില്ല. മോശയ്ക്ക് പരിമിതികളുണ്ട്, പക്ഷെ ദൈവത്തിന് പരിമിതികളില്ല. മോശയ്ക്ക് ഭയമുണ്ട്, ദൈവത്തിന് ഭയമില്ല. ഓ ഹല്ലേലൂയ. അവൻ 40 വർഷക്കാലം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെ വണ്ണം ഭയപ്പെട്ട് നിൽക്കുന്നവരോട് ദൈവം പറയുക, എടാ ഞാൻ നിന്റെ കൂടെ ഇരിക്കാം, നിന്റെ വായുടെ കൂടെ ഞാൻ ഇരിക്കാം. അവൻ ഇതുവരെ അവൻ ഇല്ലാത്ത ചില ധൈര്യങ്ങൾ പരിശുദ്ധിയാണോ നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകാൻ പോവുകയാണ്. നിന്റെ കൂടെ ചില ആളുകളെ ഞാൻ നൽകാമെന്നല്ല ദൈവത്തിന്റെ വാക്ക്.
അവൻ ഞാൻ നിന്റെ കൂടെ വരാം. അവൻ ചിലരെ നിനക്ക് വേണ്ടി നിയമിച്ചാക്കാമല്ല, എടാ നിന്റെ വായുടെ കൂടെ ഞാൻ ഉണ്ടാവൂടാ. അവേ മോശയ്ക്ക് അറിയാം മിസ്രൈമിലെ സാഹചര്യം എന്താ. മോശ നോക്കുമ്പോ മോശയുടെ കയ്യിൽ ഒരു ആയുധം പോലും ഇല്ല. മിസ്രൈമിലാണെങ്കിൽ ഫറവോൻ മോശയെ കൊല്ലാൻ വേണ്ടി ഓർഡർ ഇട്ടേക്കുക. അവിടെ ആയുധങ്ങളുണ്ട്, പട്ടാളക്കാരുണ്ട്, വലിയ സൈനിക ശക്തിയുണ്ട്, മന്ത്രവാദികളുണ്ട്. പക്ഷെ മോശയുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ മോശയോട് ദൈവം പറയാ, നീ ചെന്ന് നിന്നാ മതി, നിന്റെ കയ്യിൽ ആയുധം വേണ്ട, നീ വാ തുറന്നാ മതി, നീ സംസാരിക്കാൻ തുടങ്ങിയാ മതി. അവൻ നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ആയുധങ്ങളെ അവൻ നിഷ്ഫലമാക്കി കളയാൻ നീ ഒന്ന് അകലം തുറന്നാക്കാൻ തയ്യാറാണെങ്കിൽ അതെല്ലാം നിഷ്ഫലമായി മാറും. മോശ ഒരു കാലത്ത്, മോശയ്ക്ക് പറയാൻ കാരണമുണ്ട്, മോശ ഒരു കാലത്ത് മോശ ഒന്ന് ശ്രമിച്ചു നോക്കിയതാ. മോശ ഇടപെട്ടപ്പോൾ മോശ പരാജയപ്പെട്ടു. മോശ ഇടപെട്ടപ്പോൾ മോശയ്ക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർത്തീകരിക്കാൻ പറ്റില്ല. മോശയ്ക്ക് അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല, അവരെ വിടുവിച്ചെടുക്കാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. ദൈവം പറയുന്നു, എടാ മോശ, നിന്റെ ടൈമിലല്ല, ഞാൻ എന്റെ ടൈമിൽ ഇറങ്ങി വന്നിരിക്കുക. നീ നിന്റെ കഴിവിൽ ശ്രമിച്ചു, നീ പരാജയപ്പെട്ടു, നീ ഇനി ശ്രമിക്കുന്നത് എന്റെ കഴിവിലാ. നീ നിന്റെ അധികാരം വെച്ച്, കൊട്ടാരത്തിന്റെ അധികാരം വെച്ച് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടത് സ്വർഗ്ഗത്തിന്റെ അധികാരത്തിൽ വെച്ച് നടക്കാൻ പോവുക. കൊട്ടാരത്തിലെ വളർന്ന ഫറവോന്റെ പുത്രിയുടെ മകനെന്ന അധികാരത്തിൽ വെച്ച് മോശ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയി. മോശ ശ്രമിച്ചിട്ട് നടന്നില്ല. പക്ഷെ ദൈവം പറഞ്ഞടാ, ഇനി കൊട്ടാരത്തിന്റെ അധികാരത്തിലല്ല നീ നടക്കാൻ പോകുന്നത്, അതിലല്ല നീ പ്രവർത്തിക്കാൻ പോകുന്നത്. നീ എന്റെ അധികാരത്തിൽ ഒന്ന് നിൽക്കാൻ തയ്യാറാണോ? എന്റെ അധികാരത്തിൽ നീ ഒന്ന് മൂവ് ചെയ്യാൻ തയ്യാറാണോ? നിനക്ക് അസാധ്യമായ മേഖലകൾ നിന്റെ പുറപ്പെടാൻ തയ്യാറാണോ? ആ കോളിംഗ് വെളിപ്പെടാൻ പോകുക. കോളിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നൂറ്റാണ്ടുകളായി കിടക്കുന്ന അടിമത്തങ്ങളെ പൊട്ടിക്കാൻ ഒരു കോളിംഗ് അതിനകത്തുണ്ട്. മന്ത്രവാദികളെ നശിപ്പിച്ചു കളയാൻ ഒരു കോളിംഗ് അതിനകത്തുണ്ട്. ഫറവോൻ അധികാരങ്ങളെ ഇല്ലാതാക്കാൻ ഒരു പദ്ധതി അതിനകത്തുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തുറന്നു കൊടുക്കാൻ കോളിംഗ് അതിനകത്തുണ്ട്. ആടുകളെ മേയിച്ച് മരുഭൂമിയിൽ അലഞ്ഞു നടന്നവൻ ഇപ്പോൾ ലക്ഷങ്ങളെ നയിക്കുന്ന ഒരുവനായിട്ട് മാറി. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയോ? അവന്റെ അധരത്തെ അവൻ ദൈവം ഏറ്റെടുത്തു. അവന്റെ അധരത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോ ഇപ്പോൾ ഇന്നലകളിൽ ഇസ്രായേലിൽ കണ്ട മോശയല്ല ഇപ്പോൾ കാണുന്നത്. അവന്റെ ശബ്ദത്തിന് പിന്നാലെ അവൻ ചലിക്കുന്ന യേശുവേ അങ്ങേ